പനി ബാധിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. പനിയും ഛർദിയുമായി ആശുപത്രിയിലെത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ടെമ്പറേച്ചർ പോലും പരിശോധിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ ദിവസം മോന് പനി അധികമായിട്ട് രാത്രി ഒരു 1 മണി 1:30 സമയത്ത് ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ തീർത്തും അവിടുന്ന് ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും പെരുമാറ്റം ഉണ്ടായത്. പനി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടല്ല, 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പനിക്കാലമാണ്, നാടെങ്കും പകർച്ചവ്യാധി ആശങ്കയൊക്കെയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ കുടുംബത്തിന് ഒരു പരാതി ഉള്ളത്. അതെന്താണ് സംഭവം? ഈ കുട്ടിയുടെ ആരോഗ്യനില അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ചികിത്സ തേടിയെത്തിയത്. അവർക്ക് ആ ചികിത്സാ നിഷേധമുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഫേസ്ബുക്കിലാണ് അവർ ആ കുറിപ്പ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അതോടുകൂടി അത് വാർത്തയാവുകയായിരുന്നു. ഷാരിഖ്. തീർച്ചയായും പ്രജിൻ, അനുജ, അതായത് ഈ പനിക്കാലമാണ്. നിപ്പ അതുപോലെ തന്നെ ഷിഗല്ല, ഇപ്പോൾ ഇന്ന് ഡെങ്കിപ്പനി ഉൾപ്പെടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം ജില്ലയിൽ കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന ആളുകളോട് ഇത്തരത്തിൽ അവഗണനയും അതുപോലെ തന്നെ ചികിത്സ നിഷേധിക്കുന്ന ഒരു തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇത് വലിയ ദൗർഭാഗ്യകരമാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ്. ഈ വാണിയംകുളം യുവദമ്പതികളായ രേഷ്മ നിതീഷ് ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരനാണ്. ഇവനുമായി അവർ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പനിയും കടുത്ത ഛർദിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത് കാണിക്കുന്നതിനായാണ് ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. അവിടെ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ, അതായത് മുൻപ് ഈ കുട്ടിയെ മറ്റൊരു ഡോക്ടറെ കാണിച്ചിരുന്നു, മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചിരുന്നു. ആ ഫിസിഷ്യൻ കൊടുത്ത ഒരു കുറിപ്പടി ഇവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇതിലെ മരുന്ന് കഴിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ടെമ്പറേച്ചർ പോലും പരിശോധിക്കാതെ അവഗണിച്ചു എന്നും, മാത്രവുമല്ല ഈ പനിയുമായി ചെന്ന ഇവരെ 3/4 മണിക്കൂറോളം എവിടെ കാത്തു നിൽക്കുകയും അതുപോലെ തന്നെ ഇവരെ പരിശോധിക്കാതെ വിട്ടയക്കുകയുമാണ് ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത്തരത്തിൽ പരാതിയും നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് മറ്റുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ, അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.